ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് ഇന്ന് മാർക്കസ് മെർഗുലാവോ നൽകിയിരുന്നു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറന്റ് കപ്പിൽ പങ്കെടുക്കുന്നില്ല എന്നായിരുന്നു ആ അപ്ഡേറ്റ്. ഇക്കാര്യത്തിൽ ആരാധകർക്കിടയിൽ പലവിധ അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറന്റ് കപ്പിൽ പങ്കെടുക്കാത്തത് വലിയ ഒരു അബദ്ധമാണ് എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏതായാലും മാർക്കസ് മെർഗുലാവോയോട് മറ്റൊരു ആരാധകൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ നീക്കങ്ങളുടെ അവസ്ഥ എന്താണ്? ഏതെങ്കിലും താരങ്ങളുമായി ചർച്ചകൾ നടത്തുന്നുണ്ടോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഡീലുകൾ നടക്കാൻ സാധ്യതയുണ്ടോ എന്നായിരുന്നു ചോദ്യം. അതിന് മാർക്കസ് മെർഗുലാവോ നൽകിയ റീപ്ലൈ പൗസ് എന്നാണ്. അതായത് അതെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നീക്കങ്ങൾ ഒന്നും നടത്തുന്നില്ല. അതിന്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ISLന്റെ ഭാവിയുടെ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ലഭിക്കേണ്ടതുണ്ട്. പല ക്ലബ്ബുകളും ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ട്രാൻസ്ഫർ നീക്കങ്ങളൊക്കെ പല ക്ലബ്ബുകളും നിർത്തിവെച്ചിട്ടുണ്ട്, പ്രീ സീസൺ ഡിലേ ആക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. ചുരുക്കത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ട്രാൻസ്ഫർ നീക്കങ്ങൾ ഒന്നും നടത്തുന്നില്ല എന്നാണ് ഇതിൽ നിന്നും വളരെ വ്യക്തമാകുന്നത്. രണ്ട് താരങ്ങളെ ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുണ്ട്. അമീർ അണവാട, അതുപോലെ തന്നെ അർഷ് അൻവർ ഷെയ്ഖ് എന്നിവരെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.